നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. കപ്പ് ആൻഡ് സോസ് എല്ലാ വീട്ടമ്മമാരും അത്യാവശ്യം കരുതി വെക്കുന്ന ഒരു ഐറ്റമാണിത്. അതിഥികൾക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പും സോസറും വീട്ടിൽ ഇല്ലാത്ത വീടുകൾ ഉണ്ടാകാറില്ല. ഇത് ക്രോക്കറിയാണ്. താഴെ വീണാൽ പൊട്ടുന്നതാണ് ക്രോക്കറി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെയുള്ള ഒരു കോഫി മഗ്ഗാണ് ഇത്. എന്ത് ഭംഗിയാണ് ഇതിന്! നല്ല കളറും അതുപോലെ നല്ല ഡിസൈനുകളും ഒക്കെ ആയിട്ടുള്ള കോഫി മഗ്. ഇതും ക്രോക്കറിയാണ്. ഇതിൽ നല്ലതായിട്ടുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്. നല്ല കളറായിട്ടുള്ള നല്ല ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്. കപ്പും സോസറും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പല ഡിസൈനുകളിലുള്ള കപ്പ് സോസറുകളും കോഫി ഷോപ്പ് മഗ്ഗുകളും ഒക്കെ വീട്ടമ്മമാർ വീടുകളിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോക്കറി ഐറ്റംസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ ക്രോക്കറി ഐറ്റംസിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ക്രോക്കറി ഐറ്റംസ് എല്ലാം തന്നെ കൂടുതലായി ഉപയോഗിക്കുന്നത് യൂറോപ്യൻസ് ആണ്. യൂറോപ്യൻസ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ക്രോക്കറിയിലാണ് വിളമ്പുക. അതുപോലെ തന്നെ സ്റ്റാർ ഹോട്ടലുകളിലും വളരെ വിശിഷ്ടമായ വിരുന്ന് സൽക്കാരങ്ങളിലും എല്ലാം ക്രോക്കറി പാത്രങ്ങളാണ് ഉപയോഗിക്കുക. അത്രമാത്രം ഇമ്പോർട്ടൻസും പ്രാധാന്യവുമാണ് ക്രോക്കറിക്ക് ഉള്ളത്. അതിനാൽ തന്നെ ക്രോക്കറിക്ക് നല്ല വിലയാണ്. വളരെ നല്ല ഭംഗിയുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ ക്രോക്കറി ഒരു ഡിന്നർ സെറ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു ഡിന്നർ സെറ്റിൽ ഏറ്റവും അത്യാവശ്യം ഉള്ള സംഗതികളാണ് ഈ ബൗളുകൾ. ഇതുപോലെയുള്ള ഒരു ബൗള് ഒരു ഡിന്നർ സെറ്റിൻ്റെ പ്രധാന ഭാഗമാണ്. ഇത് വളരെ വലിപ്പമുള്ള ഒരു ബൗളാണ്. ഡിന്നർ സെറ്റിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ ബൗള്. ബൗളുകളിലാണ് കറികളൊക്കെ വിളമ്പുക. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള പ്ലേറ്റുകൾ. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്, ക്രോക്കറിയാണ്. ഇത് വെള്ള നിറത്തിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രോക്കറി പ്ലേറ്റാണ്. സാധാരണയായി ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പാൻ വേണ്ടിയിട്ട് സ്റ്റാർ ഹോട്ടലുകളിലും ഷെഫുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലേറ്റാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിനകത്ത് നിറയെ ഭക്ഷണം വിളമ്പി വയ്ക്കുകയല്ല സ്റ്റാർ ഹോട്ടലുകളിലെ ഷെഫുകൾ ചെയ്യുക. അവരുടെ കലാവിരുത് ഈ ഭക്ഷണ പദാർത്ഥത്തിൽ കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പ്ലെയിൻ പ്ലേറ്റുകൾ, വെള്ള പ്ലേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്ത് മാത്രം കുറച്ച് ഭക്ഷണ പദാർത്ഥം വെച്ചതിന് ശേഷം അത് കൂടുതലായിട്ടുള്ള അലങ്കാര പണികളൊക്കെയാണ് അതിൽ ചെയ്യുക. സോസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സോസ് വെച്ചിട്ട് ആണ് ഈ പ്ലേറ്റിന് സൈഡിലൊക്കെ ഡിസൈൻ വയ്ക്കുക. അതുകൊണ്ടാണ് ഈ വെള്ള പ്ലേറ്റിന് പ്രത്യേകമായിട്ടുള്ള പൂക്കളോ ഡിസൈനുകളോ ഇല്ലാത്ത ഈ വെള്ള പ്ലേറ്റുകൾ ഷെഫുമാർക്ക് വളരെ ഇഷ്ടപ്പെട്ടതായി മാറുന്നു. ഇതുപോലെ തന്നെയാണ് കാറ്ററിങ്ങുകാരുടെ എല്ലാ പ്രധാന ഫംഗ്ഷനുകളിലും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും ഏറ്റവും അത്യാവശ്യം അവർ ഉപയോഗിക്കുന്നതാണ് ഇതുപോലെയുള്ള പ്ലേറ്റുകൾ. ഭക്ഷണ പദാർത്ഥം വിളമ്പി വെക്കുന്നത് ഇതുപോലെയുള്ള പ്ലേറ്റുകളിലാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ബൗളുകൾ, ഈ ബൗളുകളിലാണ് അവരുടെ കറികളൊക്കെ അവർ വിളമ്പി മേശപ്പുറത്ത് വയ്ക്കുക. ഈ ബൗളിൻ്റെയൊക്കെ ഒരു ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ് ഈ ഡിസൈനുകൾ. ക്രോക്കറി ഐറ്റംസിലെല്ലാം തന്നെ ഇതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള പൂക്കളും കായ്കളും ഒക്കെയാണ്
അതിൻ്റെ ഡിസൈനുകൾ